വിമാനങ്ങളുടെ സാങ്കേതിക തകരാറുകൾ തുടർക്കഥയാകുന്നു. രാത്രി 10:30 പുറപ്പെട്ട കൊച്ചി ഡൽഹി വിമാനം ടേക്ക് ഓഫിനിടെ നിർത്തിവെച്ചു. റൺവേയിൽ നിന്ന് തെന്നിമാറിയെന്ന വിമാനത്തിലുണ്ടായിരുന്ന ഹൈബി ഈഡൻ MP മറ്റൊരു വിമാനത്തിലേക്ക് ആളുകളെ മാറ്റി പുലർച്ചെ 2:45 യാത്ര ആരംഭിച്ചത്. സഹിൻ ആന്റണി നൽകും കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ. സഹിൻ, ഈ പറഞ്ഞതുപോലെ എയർ ഇന്ത്യ അപകടങ്ങൾ അല്ലെങ്കിൽ അപകട സാധ്യതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് തുടർക്കഥയാവുകയാണ്. പലതവണ ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ഈ കുഴപ്പങ്ങൾ, സാങ്കേതിക തകരാറുകൾ പതിവായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും എയർവേയിൽ നിന്നും റൺവേയിലേക്ക് എടുത്ത വിമാനമാണ് തെന്നിമാറിയത്. കൊച്ചി ദില്ലി എയർ ഇന്ത്യയുടെ A504 എന്ന വിമാനമായിരുന്നു തെന്നിമാറിയത്. ടേക്ക് ഓഫിന് ശ്രമിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുന്നത്. ഏതായാലും അതിൽ ആർക്കും തന്നെ ഒരു പ്രശ്നവും സംഭവിച്ചില്ല. അത് ഭാഗ്യം കൊണ്ട് മറ്റൊരു അപകടത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, വിമാനത്തിൽ ആ സമയത്ത് നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. 162ഓളം യാത്രക്കാർ ആ വിമാനത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് തന്നെ ഹൈബി ഈഡൻ, ജബി മേത്തർ അടക്കമുള്ള MP മാരും വിമാനത്തിലെ യാത്രക്കാരായിരുന്നു. 11 മണിയോടെയായിരുന്നു എഞ്ചിൻ തകരാറ് എന്ന് അറിയിച്ച ഈ ഒരു അപകടം എന്ന് തന്നെ പറയാം എയർ ഇന്ത്യ വിമാനം തെന്നിമാറിയത്. ഒപ്പം തന്നെ വിമാനം തിരികെ ഈ റൺവേയിൽ നിന്ന് മാറ്റുകയായിരുന്നു, എയർവേയിലേക്ക് മാറ്റുകയായിരുന്നു. തകരാറ് പരിഹരിച്ച് വിമാനം മാറ്റും, വീണ്ടും ദില്ലിയിലേക്ക് അയക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പകരം മറ്റൊരു വിമാനത്തിലാണ് യാത്രക്കാരെ എല്ലാം അവിടെ നിന്നും ദില്ലിയിലേക്ക് വിട്ടത്. ശരി സഹിൻ, എയർ ഇന്ത്യ വിമാനത്തിനാണ് സാങ്കേതിക തകരാറുണ്ടായത്. ഇന്നലെയാണ് സംഭവം. വീണ്ടും ഇതിനുശേഷം 10 മണിക്ക് പുറപ്പെടേണ്ട വിമാനം അതിനുശേഷം 2:45 മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ മാറ്റി പുറപ്പെട്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.